ശൈത്താനാണ്. മഹാനായ പർസീസ എന്ന് പറയുന്ന വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു. അത് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ, പർസീസ എന്ന് പറയുന്ന ഏറ്റവും വലിയ മനുഷ്യൻ, വലിയ പണ്ഡിതൻ, വലിയ മഹാന്മാരായ പണ്ഡിതന്മാരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. പർസീസയുടെ കഴിവ് കൊണ്ട് തന്റെ ശിഷ്യന്മാരെ ആകാശത്തിലൂടെ പാറി കളിക്കുമായിരുന്നു, പാറി നടക്കുമായിരുന്നു. പർസീസയുടെ ശിഷ്യന്മാര് പാറി നടക്കുമായിരുന്നു. മാത്രമല്ല വലിയ വലിയ വൃക്ഷത്തിലെ ഇലയുടെ മുകളിൽ വെച്ച് അല്ലാഹുവിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യുന്ന ശിഷ്യന്മാരുണ്ടായിരുന്നു. എത്ര വലിയ മനുഷ്യനെ! ഇലയുടെ മുകളിൽ, മരത്തിന്റെ മുകളിലുള്ള ഇലയമ്മ നിന്നിട്ട് സുജൂദ് ചെയ്ത് നിസ്കരിക്കുന്ന ശിഷ്യന്മാരുള്ള വലിയ മഹാനാണ് പർസീസ എന്ന് പറയുന്ന ആള്. ആ പർസീസയെ പോലും അധപ്പതിപ്പിക്കാൻ കാരണം ശൈത്താനാണ്. ഒരിക്കൽ പർസീസ പള്ളിയിൽ നിന്ന് ഇരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് വലിയൊരു മനുഷ്യൻ, വലിയൊരു പണ്ഡിറ്റ് തെളിയിക്കുന്ന വലിയൊരു മനുഷ്യൻ അപ്പുറത്ത് നിന്ന് ഭയങ്കര കരച്ചിലാണ്. പർസീസ ഓടിച്ചെന്ന മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ആ സമയത്ത് പർസീസ പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ അറിയാണ്ട് ചെയ്തു പോയത് തെറ്റാലോചിച്ചിട്ട് കരയാണ്. ആ മനുഷ്യൻ പർസീസ ചോദിച്ചു, എന്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച് കരയാൻ എനിക്ക് സാധിച്ചിട്ടില്ല, ഞാൻ കരയാറുമില്ല, പക്ഷെ നിങ്ങൾ ഇങ്ങനെ കരയണത് കാണുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നുണ്ട്. ആ സമയത്ത് പർസീസയോട് പറഞ്ഞു, ജീവിതത്തിൽ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കരഞ്ഞു പോകുന്നത്. പർസീസ പറഞ്ഞു, എനിക്കും നിങ്ങൾ കരയുന്നത് പോലെ കരയാൻ സാധിക്കണം, കാരണം അത്ര വലിയ പാണ്ഡിത്യമുള്ള വലിയൊരു മനുഷ്യൻ, വലിയ തലക്കെട്ടൊക്കെ കെട്ടിയിട്ട് വലിയൊരു മനുഷ്യൻ എന്ന് പറയുമ്പോ ആ മനുഷ്യൻ അത്ഭുതത്തോടെ പർസീസ ചോദിച്ചു, എനിക്കും അള്ളാഹിനെ കുറിച്ച് കരയണം, അള്ളാഹിനെ കുറിച്ച് ഓർത്ത് എനിക്കും കരയണമെന്ന് പർസീസ ആ മനുഷ്യനോട് പറയാണ്. ആ സമയത്ത് ആ മനുഷ്യൻ പർസീസയോട് പറയാണ്, ഇങ്ങനെ കരയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്താൽ മതി. പർസീസോടൊക്കെ ചോദിച്ചു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്യേണ്ടത്? ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ ഒരു പെണ്ണിനെ വ്യഭിചരിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, പാടില്ല, എന്റെ ദീനത്തിന് അനുവദിക്കുകയില്ല, എനിക്കൊരിക്കലും ആരംഭത്തിൽ ഒരു പെണ്ണിനെ വ്യഭിചരിക്കാൻ എനിക്ക് സാധിക്കൂല, അതുകൊണ്ട് ആ തെറ്റോട് പറയാൻ പാടില്ല, ഞാൻ അത് ചെയ്യൂല. ആ മനുഷ്യൻ പറഞ്ഞു, വേണ്ട, നിങ്ങൾക്ക് വ്യഭിചരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു മനുഷ്യനെ നിങ്ങൾ കൊല ചെയ്താൽ മതി. അയാൾ പറഞ്ഞു, പർസീസ പറഞ്ഞു, മാഷാ അല്ലാഹ്, ഒരിക്കലും എനിക്കത് ചെയ്യാൻ പറ്റില്ല, നമുക്കുമില്ല, ഒരു മനുഷ്യനെ കൊല ചെയ്യപ്പെടാനോ എനിക്ക് സാധിക്കൂല എന്ന് പർസീസ ആ മനുഷ്യനോട് പറഞ്ഞപ്പോ, ഇത് രണ്ടും വ്യഭിചരിക്കാൻ പറ്റൂല, കൊല ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ മനുഷ്യനോട് മൂന്നാമതായിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ അല്പം മദ്യം കഴിച്ചാൽ മതി, അല്പം കള്ളു കുടിച്ചാൽ മതി. എന്റെ പ്രിയപ്പെട്ട കാര്യമാടിയിലെ എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാണ്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നാശം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞതാണ് കള്ളു ഉപേക്ഷിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ എങ്ങാനും അത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളുമായി ബന്ധപ്പെട്ടവരിൽ ആരെങ്കിലും അത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് ദുനിയാവും നാളെ ആഖിറവും നഷ്ടപ്പെടുന്ന കാര്യമാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തെ സാക്ഷ്യം നിർത്തി ഞാൻ പറയാണ്, നമ്മുടെ നാട്ടിൽ പല ആളുകളും ആ രൂപത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് പലപ്പോഴായിട്ട് ഞാൻ മുഖാന്തരം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ പല ആളുകളിൽ നിന്നും നേരിട്ട് അറിഞ്ഞ അനുഭവിച്ച ആളുകളാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്വഭാവം പല ആളുകളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. കള്ളുകുടി, മദ്യപാനം, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ മകനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇൻഷാ അല്ലാഹ് ഈ റമദാനോടുകൂടെ അത് നിർത്താൻ വേണ്ടി ശ്രമിക്കണം. കാരണം അത്രയേറെ ആദപ്പതിച്ച നാളെ ആഖിറത്തിൽ വലിയ ശിക്ഷകളെ കാത്തിരിക്കുന്ന ഒരിക്കലും അല്ലാഹു തആല കൊള്ളൂല. കാരണം കള്ളുകുടി ഹറാമാണെന്നറിയാം, ജീവിതത്തിന് നാശമാണെന്നറിയാം, എല്ലാം തെറ്റാണെന്ന് കൃത്യമായ ബോധ്യത്തോടെ നമ്മൾ ജീവിക്കുമ്പോഴോ അതൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമേ അല്ലാത്ത രൂപത്തിൽ ഓപ്പണായി കണ്ടുപിടിച്ചടക്കുന്നവർ, അല്ലെങ്കിൽ ആരും കാണാതെ കണ്ടുപിടിച്ചടക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിർത്താനുള്ള പണികൾ നമ്മൾ തന്നെ എടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പർസീസയോട് പറഞ്ഞു, നിങ്ങൾ അല്പം കണ്ടുപിടിച്ചാൽ മതി. ആ സമയത്ത് പർസീസ പറഞ്ഞു, കള്ളുകൂടി അല്പം കള്ളുപിടിച്ചാൽ മതി, അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ് തോന്നുന്നില്ല, ഇൻഷാ അല്ലാഹ് അല്പം കള്ളുകുടിക്കാം, എന്നിട്ട് ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടി കരയാമെന്ന് പറഞ്ഞിട്ട് നേരെ കള്ളിഷാപ്പിലേക്ക് പോയി. കള്ളിഷാപ്പിൽ പോയിട്ട് അല്പം മദ്യം തന്നെ വായയിലേക്ക് ഒഴിച്ചു. അത് അല്പം കുടിച്ചപ്പോൾ അദ്ദേഹത്തിന് അല്പം കൂടി കുടിക്കണമെന്ന് തോന്നി. പിന്നെയും കുടിച്ചു. തന്റെ തലയ്ക്ക് ലക്കി കെട്ടപ്പോ ആ കടയിലേക്ക് കടന്നു വരുന്ന ആ കടയിൽ ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ, ഒരു പെണ്ണ്, സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ ഈ മനുഷ്യൻ പർസീസ എന്ന് പറയുന്ന ലോകമറിഞ്ഞ മഹാപണ്ഡിതൻ ആ പെണ്ണിനെ അവിടെ നിന്ന് വ്യഭിചരിക്കുകയാണ്. ആ പെണ്ണിനെ അവിടെ നിന്ന് വ്യഭിചരിച്ചു. ആ നേരത്തെ പറഞ്ഞ മനുഷ്യൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ചെയ്തു. ഈ പർസീസയും പെണ്ണും വ്യഭിചരിക്കുന്നത് ആ പെണ്ണിന്റെ ഭർത്താവ് ആ കടയിലേക്ക് കയറി വരുമ്പോൾ കാണുകയാണ്. ഇത് കണ്ടപാടെ പർസീസയെ ആക്രമിക്കാൻ വേണ്ടി ഈ മനുഷ്യൻ തുനിഞ്ഞപ്പോ ആ മനുഷ്യനെ പർസീസ കൊല ചെയ്യപ്പെടുകയാണ്. പറയപ്പെട്ട 3 തെറ്റും പർസീസ ചെയ്തു. ലോകം അറിഞ്ഞ വലിയ പണ്ഡിതനായ മനുഷ്യൻ, ആ മനുഷ്യൻ
മനുഷ്യൻ ആ 3 തെറ്റും ചെയ്തതിനു ശേഷം ആ നാട്ടിലുള്ള രാജാവ് ബർസീസയെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. ബർസീസയെ തൂക്കുകയർ കഴുത്തിലേക്ക് ഇട്ടിട്ട് തൂക്കുമരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതാ നേരത്തെ കണ്ട അന്ന് കണ്ട വലിയ ശൈഖായ മനുഷ്യൻ, പച്ച ഒല്ലിയിട്ട വലിയ തലപ്പാവ് ധരിച്ച ആ മനുഷ്യൻ ഓടി വരികയാണ് ബർസീസയുടെ തൂക്കുമരത്തിനടുക്കലേക്ക്. എന്നിട്ട് ബർസീസയോട് പറഞ്ഞു, നിന്നെ ഈ തൂക്കുമരത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കാം, നീ എന്ത് ചെയ്താൽ മതി, ഞാനാണ് റബ്ബെന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് നീ ഉച്ചരിച്ചാൽ മതി എന്ന് ബർസീസയോട് ആ മനുഷ്യൻ പറഞ്ഞപ്പോ ആ ബർസീസ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലാഹു എന്ന് പറയുന്ന തന്റെ ഏക വിശ്വാസം അത് എല്ലാത്തിൽ നിന്നും മാറ്റി തന്റെ അല്പനേരത്തെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളാണ് പടച്ചറബ് എന്ന് ബർസീസ എന്ന് പറയുന്ന വലിയ മഹാൻ ആ മനുഷ്യനെ വന്ന് ചോദിയപ്പോ തന്റെ തലപ്പാവ് വലിച്ചെറിഞ്ഞ് തന്റെ ഒല്ലി വലിച്ചെറിഞ്ഞ് ആ മനുഷ്യൻ പറഞ്ഞു, അന ശൈത്താൻ അന ഇബ്ലീസ്, ഞാൻ ശൈത്താനാണ്, ഞാൻ ഇബ്ലീസാണ്. ഇബ്ലീസ് വേഷം മാറിയിട്ടാണ് ഈ മനുഷ്യൻ ഇത്രയേറെ മോശപ്പെട്ട രൂപത്തിലേക്ക് കൊല, വ്യഭിചാരം, അതുപോലെ കള്ളുകുടി, കുഫിലേക്ക് പോലും എത്തിക്കുന്ന ലാസ്റ്റ് കാഫിറായിട്ട് ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് ഏറ്റവും ഉന്നതനായ മനുഷ്യൻ, ലോക പണ്ഡിതനായ മനുഷ്യനെ ഇത്രയേറെ അധപ്പതനത്തിലേക്ക് ഇബ്ലീസിനെ താഴ്ത്താൻ കഴിയുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പണ്ഡിതാഹികളാണ്, നമ്മളൊക്കെ ഭാവികളാണ്, നമ്മളൊന്നും ആ ശൈത്താന്റെ വലയിൽ കുടുങ്ങിപ്പോകരുത് എന്ന് ഈ അവസരത്തിൽ എന്റെ പ്രിയപ്പെട്ട മുഖ്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശൈത്താന്റെ ആ ഒരു ശർറിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ 2 കാര്യം നമ്മുടെ ജീവിതത്തിൽ മുത്തുനബിയുടെ സുന്നത്ത്, ശൈത്താനിൽ നിന്നുള്ള രക്ഷ, അത് രണ്ടും കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്ത് പറയുമ്പോൾ വല്ലാത്ത വരൾച്ചയാണ്, മഴയില്ല, എല്ലാ തോടുകളും കടലുകളൊക്കെ വറ്റിയിരിക്കാൻ. നമ്മൾ വെള്ളത്തിന്റെ കാര്യത്തിൽ വളരെ കർശന രൂപത്തിൽ നമ്മുടെ വീട്ടിലായാലും പള്ളിയിലായാലും എവിടെയായാലും നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. കാരണം വെള്ളം ഇല്ലാണ്ട് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുമ്പോൾ അല്ലാഹു തആല നമ്മുടെ അനുഗ്രഹം, ഒരു പൈപ്പിൽ 2 മിനിറ്റ് വെള്ളം ഇങ്ങനെ മുന്നേ കാണുമ്പോൾ അതൊന്ന് അടച്ചാൽ എന്നടക്കണം, വെറുതെ പോയി അടച്ചാൽ പോരാ. അല്ലാഹുവേ, എന്റെ പ്രവാചകന്റെ സുന്നത്താണ് എന്നുള്ള വലിയ ബോധ്യത്താൽ പോയിട്ട് ആ പൈപ്പിന്റെ സ്പീഡ് ഒന്ന് കുറച്ചാൽ, അല്ലെങ്കിൽ സ്പീഡിൽ പോകുന്ന വെള്ളത്തിന്റെ ആ സ്പീഡ് ഒന്ന് കുറച്ചാൽ അതും സുന്നത്ത് തന്നെയാണ്, ആ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള കാരണം തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി റമദാൻ മാസത്തിന്റെ മഹത്വത്തിന്റെ പത്തിൽ എല്ലാ തെറ്റുകളോടും കൂടെ പറഞ്ഞു, എല്ലാ തെറ്റുകളോടും മുന്നിൽ പൊട്ടിക്കറിഞ്ഞ് പറഞ്ഞിട്ട് മഹത്വത്താക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ശ്രമിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊക്കെ അറിഞ്ഞതുപോലെ മഹാനായ സി എച്ച് സെന്ററിന്റെ